എപ്പോഴാണ് എന്റെ കണ്ണു വെട്ടിച്ച് പുറത്തേക്ക് പോയേ? ഞാൻ അടുക്കളയിൽ നിന്ന സമയത്ത് അവൻ പുറത്തേക്ക് പോയേ. ഇന്നത്തെ ദിവസം പാചകം ഒന്നും ചെയ്തില്ലായിരുന്നാലും കുഴപ്പമില്ലായിരുന്നല്ലോ അമ്മേ. എവനെ അല്ലായിരുന്നോ നോക്കേണ്ടിയിരുന്നത്? ഒരബദ്ധം പറ്റിപ്പോയി വാമ. എന്തായാലും ഇവന് ആരോടൊന്നും പറഞ്ഞില്ലല്ലോ. പറയാനുള്ള ശ്രമങ്ങൾ നടത്തി. അപ്പോഴേക്കും വായ പൊത്തിയിട്ട് ഞാനും അനന്തും ആ സാഗറും കൂട്ടിയിട്ട് എവനെ അവിടുന്ന് മാറ്റുമായിരുന്നു. അതിനുശേഷം വായി ടേപ്പ് ഒട്ടിച്ചതും കൈ കൂട്ടി കെട്ടിയതും. എന്റെ വാമ ഇവന്റെ കരണത്തടിച്ചടിച്ച് മടുത്തു വാമ. എത്ര ഉണ്ടാലും ഇവൻ പഠിക്കത്തില്ല. എന്റെ അമ്മേ, അവിടെ വെച്ച് ജീവിതത്തിൽ ഒരിക്കലും കളിക്കാത്ത നാടകങ്ങളൊക്കെ എനിക്ക് കളിക്കേണ്ടി വന്നു. ആ സംഭവമായിട്ട് എനിക്കെന്തെങ്കിലും ബന്ധമുണ്ടെന്ന് അനന്തൂനും സാഗറിനും ഒന്നും അറിയത്തില്ലല്ലോ. അവിടെ എനിക്ക് അഭിനയിച്ചല്ലേ പറ്റൂ. വിശ്വനാഥന്റെ കൊലയാളി എവനാണെന്ന് അനന്തൂന് ഗതികേട് കൊണ്ട് എന്നോട് പറയേണ്ടി വന്നു. ആ സമയത്ത് ആദ്യമായിട്ട് അത് കേൾക്കുന്നത് പോലെ ഞാൻ നിന്നത്. അങ്ങനെ നിൽക്കാനല്ലേ എനിക്ക് പറ്റൂ. ഇത് വല്ലാത്തൊരു ഇടങ്ങേറായി പോയല്ലോ വാമ. അത് മാത്രമല്ല, ഇവൻ പല പിച്ചും മെയ്യും പറയുന്നുണ്ട്. അതെങ്ങാൻ ഇവൻ വീടിന് വെളിയിലിറങ്ങി പറഞ്ഞ അത് എല്ലാവർക്കും ദോഷം ചെയ്യും. ഇനി ഇപ്പൊ എവനെ ഏതെങ്കിലും മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടേ പറ്റൂ. അതേടാ, എന്നെ ഇടേണ്ടത് എന്നെ. നിനക്ക് കൊട്ടേഷൻ തന്നുകൊണ്ട് മാത്രമാടാ ഞാൻ ഇങ്ങനെ കിടന്ന് ഉരുകുന്നത്. പുറത്തു നിന്ന് ഗോഷ്ടി കാണിക്കാൻ എന്റെ ദൈവമേ, ഇങ്ങനെ ഒരു പരീക്ഷണം ഉണ്ടാവുന്ന സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ചല്ലേ. ഇനി കണ്ണൻ എന്തെങ്കിലും സംശയം ഉണ്ടായി കാണുമോ? സംശയം ഉണ്ടായി കാണുമെന്ന് കണ്ണൻ ബുദ്ധിമാനാ. ഇതിനു മുമ്പ് 1-2 തവണ അവനെ വിളിച്ചിട്ടുണ്ടല്ലോ. എന്തോ രഹസ്യം പറയാനെന്ന് പറഞ്ഞു. ഇതൊക്കെ കണ്ണന്റെ മനസ്സിൽ കിടക്കുമ്പോഴല്ലയോ യവൻ അങ്ങോട്ട് ഓടി വന്നത്. കണ്ണനോട് കാര്യങ്ങൾ പറഞ്ഞെന്ന് ലക്ഷ്മി ഇവനോട് പറഞ്ഞതാ മാമ. അതൊന്നും എവന്റെ തലയിൽ കയറിയിട്ടില്ലമ്മേ. എത്രത്തോളം മൂടി വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ടാ പറഞ്ഞത് യവനെ ചികിത്സിച്ച് പഴയ പടിയാക്കാൻ. അല്ലെങ്കിൽ പിന്നെ യവൻ എല്ലാരും ജയിലിൽ നടക്കണം. അങ്ങോട്ട് ഇനി ടേപ്പൊക്കെ എടുത്ത് മാറ്റണ്ടേ വാമ? അഴിക്കണം. പലപോലെ വേദന എടുക്കട്ടെ, എന്നാലും ഒരു കുഴപ്പമില്ല. സ്വന്തം മോനാണെങ്കിലും ആ വായിൽ ഇപ്പൊ വരുന്നതൊക്കെ വരാൻ പാടില്ലാത്ത കാര്യങ്ങളാ. ഇതൊന്നും അഴിച്ചതാ. അയ്യോ എടാ, നിനക്കിത് എന്തിന്റെ കേടാടാ പ്രതാപ? എല്ലാരോടും ചേർന്ന് പറ്റിച്ചു. കണ്ണനോട് സത്യങ്ങളെല്ലാം പറഞ്ഞത് ലക്ഷ്മി പറഞ്ഞത് കള്ളവാ. നിങ്ങൾ മോഹനോട് സംസാരിച്ചപ്പോ എനിക്കത് മനസ്സിലായി. കണ്ണനൊന്നും അറിഞ്ഞിട്ടില്ലെന്ന്. അതുകൊണ്ട് എല്ലാം അറിയിക്കാനാണോ നീ അങ്ങോട്ട് പോയത്? അയ്യോ അതെ, അറിയിക്കാൻ തന്നെ പോയേ. എടാ നീ കൈ ഒന്ന് അഴിച്ചിട്ടോ. എന്നെ വായ ബുദ്ധി പിടിച്ചോണ്ട് എനിക്ക് അതൊന്നും അറിയിക്കാൻ കഴിഞ്ഞില്ല. അതിന്റെ സങ്കടം ഉണ്ടല്ലോ. ഇവിടെ ഇങ്ങനെ വിങ്ങി നിൽക്കുക. നിന്റെ നെഞ്ചുണ്ടല്ലോ, അത് ഇടിച്ച് കാലക്കണ്ട സമയം കഴിഞ്ഞു. നീ അന്ന് കൊട്ടേഷൻ ഏറ്റെടുത്ത് എത്ര രൂപയ്ക്കാന്നറിയാമല്ലോ. അന്ന് നിനക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത തുകയാ നിനക്ക് തന്നത്. എടോ, അതിന്റെ ഇരട്ടി ജനങ്ങൾ തിരിച്ചു തന്നേക്കടോ. 10 ഇരട്ടി തന്നേക്കാം. അങ്ങനെ തരുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ ആ ആക്സിഡന്റിന്റെ കാരണക്കാരൻ ഞാനാണെന്ന് നീ ആരോടും പറയരുത്. ഇല്ല, പറയില്ല. വിശ്വനാഥനെ കൊന്നത് ഞാനാണെന്ന് മാത്രം കണ്ണനെ ഒന്ന് അറിയിച്ചാ മതി. എടാ പ്രതാപ, അതിനുശേഷം എന്ത് സംഭവിക്കും നിനക്കറിയാവോടാ മണ്ട? പിന്നെ ഇനി എന്ത് സംഭവിച്ചാലും എനിക്കൊരു ചുക്കൂല്ല. കണ്ണൻ വേണമെങ്കിൽ എന്നെ അങ്ങ് കൊന്നോട്ടെ, അല്ലെങ്കിൽ ജയിലിൽ കിടത്തിക്കോട്ടെ. എന്നാലും ഈ ഒരു ഭാരം ഇനി കൊണ്ടു കിടക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. കൂടുതൽ കളിച്ചാലുണ്ടല്ലോ നിങ്ങളുടെ കാര്യം ഞാൻ മൊത്തത്തിൽ അങ്ങ് വിളിച്ചു പോവും. എന്തെന്നോ? എടാ വാമ, വാനര, നിനക്കറിയോ ഇവരാണ് എന്റെ അമ്മായിയമ്മ. അല്ല, അവന്റെ അമ്മായിമ്മയെ കൊന്ന അമ്മയാണോ? ഈ സമയത്ത് അവൻ പൊലമ്പുന്നൊക്കെ കള്ളമാണെന്ന് പറയാൻ പറ്റത്തില്ല. മിക്കവാറും ഇവര് എന്തെങ്കിലും കൊടുത്ത് ഞാൻ തന്നെ ഇവരെ കൊല്ലും. നാണം കെട്ടവൻ. വയസ്സാക്കാലത്ത് തന്നെ കുരിശിലാറ്റാൻ നോക്കും ഇവൻ. നീ അവിടെ കിടക്ക, നിനക്കൊന്ന് പച്ചവെള്ളം തരില്ല. ഞാനിവിടെ കിടന്ന് ചത്തോട്ടെ, എന്നാലും ഞാൻ പറയും
എന്ത് പറയും? ഇവരാണ് എന്റെ അമ്മായിയമ്മയെ കൊന്നേ. ഇവരായിരുന്നു. വാമ പുറത്തിറങ്ങ്. പുറത്തിറങ്ങ്. വാമ പോരുത്. മിണ്ടരുത്. ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. വാമ ഇറങ്ങ്. ഇവരായിരുന്നു. ഓടാ അങ്ങോട്ട്. വാമ പോരുത്. ഞാൻ മുഴുവൻ പറഞ്ഞിട്ടില്ല. വാതിലും തുറക്ക്.